ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് ക്യാരറ്റ് ഹൽവയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സീസണിൽ ആദ്യത്തെ ക്യാരറ്റ് ഹൽവ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. സീസണൊക്കെ വന്ന് കഴിയാറായിട്ടുണ്ട്, എന്നാൽ ഇതുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ടായിരുന്നു ഉണ്ടാക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ക്യാരറ്റ് ഹൽവ നമ്മൾ എങ്ങനെ ഇവിടെയൊക്കെയാണെങ്കിൽ കല്യാണത്തിനൊക്കെ ഈ സീസൺ സമയത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ക്യാരറ്റ് ഹൽവ കിട്ടും കേട്ടോ. സെയിം ആ രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നല്ല അടിപൊളി ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയുന്ന തൊട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം കിട്ടത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഏറ്റവും അധികം ഞാനാണെങ്കിൽ 2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നല്ല ചുമന്ന നോക്കി ക്യാരറ്റ് എടുക്കണം, അപ്പോഴേ നല്ലൊരു മധുരവും കിട്ടും. പിന്നെ ക്യാരറ്റ് ഹൽവ റെഡിയായി വരുമ്പോൾ നല്ലൊരു അടിപൊളി കളറായിരിക്കും കേട്ടോ ഇതിന് കിട്ടുന്നത്. അപ്പോൾ അത് ക്യാരറ്റൊക്കെ നന്നായിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചേരൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പിന്നെ മേളത്തെയും താഴത്തെ 2 ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കളയണം. നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഒത്തിരി മണ്ണും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ക്യാരറ്റ് ഉപയോഗിക്കാനായിട്ട് നമുക്ക്. അപ്പോൾ അതായത് നന്നായിട്ട് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്താണെങ്കിൽ മക്കളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അവരായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്നത്. മോള് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു. അപ്പോൾ അതേ ക്യാരറ്റൊക്കെ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത് എത്രയും വേസ്റ്റ് വരും കേട്ടോ. ഒത്തിരി വേസ്റ്റ് നമുക്ക് ആവുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇച്ചിരി മുറിച്ച് നോക്കുമായിരുന്നു കേട്ടോ എത്രയും മധുരം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണ്ടേ നമുക്ക് പഞ്ചസാരയൊക്കെ ഇടാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷമാണ് ഞാനിത് കഴിച്ച് നോക്കുന്നത്. ഇനി നമുക്കൊരു ഗ്രേറ്റർ എടുക്കാം. ഗ്രേറ്ററിനകത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ മുഴുവനായിട്ട്. അപ്പോൾ ടൈം പാസ് ചെയ്യാനായിട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, മക്കളൊക്കെ ഇവിടെ ഡോറേമോൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാണുമായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു മമ്മി എന്താ കാണുന്നത്, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ എല്ലാവരും കാണട്ടെ മമ്മി ഡോറേമോൻ കാണുമെന്ന്. അവിടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഡോറേമോൻ കാണുന്നത്. അപ്പോൾ ടൈം പാസിന് എന്തെങ്കിലും ഒന്നും വേണ്ട, അല്ലെങ്കിൽ പിന്നെ ബോറായിപ്പോൾ. അപ്പോൾ ഞാനും അത് കണ്ടുകൊണ്ട് ക്യാരറ്റെല്ലാം ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു കടായിലേക്ക് 200 ഗ്രാം നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ചൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് യൂസ് ചെയ്യാനുള്ളതാണ്. ടോട്ടൽ നമുക്ക് 200 ഗ്രാം നെയ്യുടെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഫുൾ ഫാറ്റ് മിൽക്ക് 1.5 ലിറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആണെങ്കിൽ അത് കോയ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1.5 ലിറ്റർ പാലെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കോയ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോയ ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കാണെങ്കിൽ എന്തുവാ ഒരു 2 കിലോ ക്യാരറ്റ് 2 ലിറ്റർ പാൽ വേണേ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാൽ എപ്പോഴും ഒഴിക്കുമ്പോൾ തിളപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. തണുത്ത പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിയാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പാളയത്തോട് തന്നെ ഞാൻ മൊത്തം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. നന്നായിട്ട് കുറുകി വറ്റി ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു മിനിമം ഒരു 1-1.5 മണിക്കൂർ. എനിക്ക് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും സമയം പിടിച്ചായിരുന്നു കേട്ടോ അതിൽ നിന്ന് കുറുകിയൊന്ന് വറ്റി വരാനായിട്ട്. നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്കൊരു 1/2 കിലോ പഞ്ചസാര അതിനകത്ത് ഇട്ട് കൊടുക്കാം. 1/2 കിലോ പഞ്ചസാര മീഡിയം സ്വീറ്റ്നെസ് ആകാം കേട്ടോ, ഒത്തിരി അങ്ങ് വരത്തില്ല. നിങ്ങൾക്ക് കുറവ് മധുരം കഴിക്കാൻ താല്പര്യമാണെങ്കിൽ 450 ഗ്രാം 400 ഗ്രാം വരെ ആക്കാം. അഥവാ നിങ്ങൾക്ക് ഇച്ചിരി അധികം കഴിക്കാൻ താല്പര്യമാണെങ്കിൽ 550 ഗ്രാം വരെ നമുക്ക് പഞ്ചസാര അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സ്വീറ്റ്നെസ്സേ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതേ ഷുഗർ സിറപ്പൊക്കെ എല്ലാം ആയി എല്ലാം വെള്ളമൊക്കെ വറ്റി കഴിയുമ്പം ഇനി നമുക്ക് ആദ്യമാണെങ്കിൽ കോയ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 400 ഗ്രാം കോയ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ കോയ നമുക്ക് അതിനകത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നെയ്യൊക്കെ തെളിഞ്ഞ് സൈഡിലൊക്കെ ആയിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരണം, എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും. അല്ലെങ്കിൽ പിന്നെ വെള്ളം ചവയ്ക്കുന്ന കൂട്ട് നമുക്കിങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് സമയം, ഒത്തിരി സമയം പിടിക്കത്തില്ല, ഒരു കുറച്ച് സമയം കൂടെ പിടിക്കും കേട്ടോ. ഇനി ആ നേരം കൊണ്ട് നമുക്ക് ഇതൊരു വേറൊരു ഗ്യാസ് സ്റ്റോപ്പിലോട്ട് മാറ്റാം. നമുക്ക് അവിടെ ഓൺ തന്നെ ചെയ്ത് വെക്കണേ ഗ്യാസ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ നേരം കൊണ്ട് നമുക്കിത് ആദ്യത്തെ ബാക്കി വെച്ച് നെയ്യില്ലേ അതാണ് ഒഴിച്ച് കൊടുത്തിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത്. അതിന് ശേഷം ഒരു 10-20 നമുക്കാണെങ്കിൽ അണ്ടിപ്പരിപ്പും 10-20 നമുക്ക് ബദാമും നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 പിടി നമുക്കാണെങ്കിൽ മുന്തിരി, ഉണക്ക മുന്തിരിങ്ങ ഇട്ടിട്ട് നമുക്ക് ഉണക്കമുന്തിരി ലാസ്റ്റിലായിട്ട് പെട്ടെന്നങ്ങ് ആവുമല്ലോ, അതുകൊണ്ട് ലാസ്റ്റിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ഒത്തിരി കളറും ചേഞ്ചാക്കി കരിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. 2 സൈഡിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊന്നായി ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അതും ഇട്ടതിന് ശേഷം നന്നായിട്ട് അത് പൊങ്ങി വരുമ്പം നമുക്കിതാണെങ്കിൽ നമ്മൾ ക്യാരറ്റ് ഹൽവയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്, നന്നായിട്ടെല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാൻ ഇനി നമ്മുടെ ഗ്യാസിലോട്ട് നമുക്കാണെങ്കിൽ ഇത് വെച്ച് ക്യാരറ്റ് ഹൽവ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇന്ന് വറുത്ത് വെച്ചേക്കുന്നില്ല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു 10 ഏലക്കയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഞാനാണെങ്കിൽ ജാതിക്കയും കൂടെ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതും അകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട് കേട്ടോ. എന്നാൽ നിങ്ങളാണെങ്കിൽ കുറച്ച് ആ വലിയ ചൂടൊന്ന് മാറി വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ആ ഈ ആവിയെല്ലാം കൂടെ അടുക്കി പോയി കെട്ടിയിരുന്നിട്ട് ഇങ്ങനെ വെള്ളം ചവയ്ക്കുന്ന കൂട്ടാ തോന്നും കേട്ടോ നമുക്ക്. അത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതെൻ്റെ മോള് വീഡിയോസ് ഒരിക്കലും വരത്തില്ല കേട്ടോ. അപ്പോൾ അവളെ നിർബന്ധിച്ച് ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്നതാണ് കാണാനായിട്ട്. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടാൽ തന്നെ കാണാൻ പറ്റും നല്ല യമ്മിയായി നല്ല ടെംപ്റ്റിംഗ് ഗാജറിൻ്റെ ഹൽവ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ. ടേസ്റ്റ് നോക്കിയാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി ട്രഡീഷണൽ റെസിപ്പി കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ബൈ ഫ്രണ്ട്സ്.